ടീം ബാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 76/2023 ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷനകത്ത് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെപ്പോഴുള്ള അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യാൻ കൂടി ശ്രമിക്കാം. സോ 19ാമത്തെ ചോദ്യം, which of the following statements is or are correct about writ of quo warranto? അതായത് ആർട്ടിക്കിൾ 32 അനുസരിച്ചുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് വരുന്നതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത്. അതായത് ആർക്കെങ്കിലും മൗലിക അവകാശങ്ങൾ ഹരിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയെ സമീപിക്കാനായിട്ട് മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കിയിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയുള്ള അവകാശങ്ങൾ ലഭിക്കുന്ന ആർട്ടിക്കിളാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 32 അനുസരിച്ചിട്ട് സുപ്രീം കോടതിക്ക് 5 റിട്ടുകളാണ് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് ഹേബിയസ് കോർപ്പസ്, രണ്ടാമത്തേത് മാൻഡമസ്, മൂന്നാമത്തേത് പ്രോഹിബിഷൻ, നാലാമത്തേത് സെർഷ്യോറി, അഞ്ചാമത്തേത് പറയുന്നത് ക്യുവോ വാറന്റോ. ഒന്നാമത്തെ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ തടവിൽ പാർപ്പിച്ചിരിക്കുവാണെങ്കിൽ ആ ഒരു വ്യക്തിയെ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെടുന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് മാൻഡമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് ഒഫീഷ്യൽ, അതായത് ഗവൺമെന്റ് സർവീസിലുള്ള ഒരു വ്യക്തിയോട് അദ്ദേഹത്തിനോട് ഒരു പബ്ലിക് ഡ്യൂട്ടി ചെയ്യാനായിട്ട് കമാൻഡ് ചെയ്യപ്പെടുന്ന അല്ല ആവശ്യപ്പെടുന്ന റിറ്റാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ദെൻ പ്രോഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് എന്ന് പറയുന്നത് ഒരു ഹയർ കോർട്ട് ലോവർ കോർട്ട് അവരുടെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനെ ജൂറിസ്ഡിക്ഷന് വെളിയിലേക്ക് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രോഹിബിറ്റ് ചെയ്തുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രോഹിബിഷൻ എന്ന് പറയുന്നത്. സെർഷ്യോറി എന്ന് പറയുന്നത് ടു ബി സർട്ടിഫൈഡ് ദാറ്റ് ദെൻ അടുത്തത് പറയുന്നത് ക്യുവോ വാറന്റോ ആണ്. ക്യുവോ വാറന്റോ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ഈ ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന റിട്ടാണ് ക്യുവോ വാറന്റോ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നു. മാൻഡമസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഒഫീഷ്യലിനോട് ഒരു പ്രത്യേക ജോലി ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. പ്രോഹിബിഷൻ എന്ന് പറയുന്നത് ലോവർ കോർട്ട് അവരുടെ ജൂറിസ്ഡിക്ഷൻ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രോഹിബിറ്റ് ചെയ്യുന്നു. സെർഷ്യോറി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ അതെന്ന് പറയുന്നത് ഹയർ കോർട്ട് ലോവർ കോർട്ടിലേക്ക് കൊടുക്കുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ ടു ബി സർട്ടിഫൈഡ് ടു ബി ഇൻഫോംഡ് ദാറ്റ് നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള അധികാരം എന്താണെന്ന് ഹാജരാക്കുക. ദെൻ ക്യുവോ വാറന്റോ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്ക് അത് ഹോൾഡ് ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ വാറന്റ് അല്ലെങ്കിൽ അതോറിറ്റി എന്താണെന്ന് ചോദിക്കുന്നതാണ് ക്യുവോ വാറന്റോ എന്ന് പറയുന്നത്. അങ്ങനെ 5 റിട്ട് ജൂറിസ്ഡിക്ഷൻസ് ആണ് ഉള്ളത്. അതിൽ ഒരു റിട്ട് ജൂറിസ്ഡിക്ഷൻ ആയിട്ടുള്ള ക്യുവോ വാറന്റോയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ക്യുവോ വാറന്റോ മീൻസ് by what warrant? Okay, that is correct. Through this writ, the session court calls upon the person holding the public office to show under what authority he hold that office. If it is found that the person entitled to hold that office, he may be ousted from it. അതായത് ഈ റിട്ടിലൂടെ ഒരു പൊതു ഓഫീസ് വഹിക്കുന്ന വ്യക്തി ആ ഓഫീസ് ഏത് അധികാരത്തിലാണ് വഹിക്കുന്നത് എന്ന് കാണിക്കാൻ സെക്ഷൻ കോടതി ആവശ്യപ്പെടുന്നു. പക്ഷെ റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ഉള്ളൂ, സെക്ഷൻ കോടതിക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2, ക്യുവോ വാറന്റോ cannot be issued respect to a private office. No, ക്യുവോ വാറന്റോ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഓഫീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യലിനെതിരെ മാത്രമേ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ക്യുവോ വാറന്റോ ക്യാൻ ബി ഇഷ്യൂഡ് ഇഫ് ദ ഓഫീസ് വാസ് ക്രിയേറ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോ. ഭരണഘടന അനുസരിച്ചോ അല്ലെങ്കിൽ ഒരു നിയമം അനുസരിച്ചിട്ടോ ആണ് ഓർ എ ലോ and the person is holding the office is not qualified to hold that office under the constitution or law. അതായത് ഭരണഘടന അനുസരിച്ചോ നിയമം അനുസരിച്ചോ സ്ഥാപിതമായ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു വ്യക്തിക്ക് ഇല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ ഇഷ്യൂ ചെയ്താണ് ക്യുവോ വാറന്റോ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ശരിയാണ്. സോ ഓപ്ഷൻ ബി 2 and 3 കറക്റ്റ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Next one, which of the following statement is or are correct about the 44th Constitutional Amendment Act? First one, right to property was removed from the list of fundamental rights, was made a legal right under Article 300A. ശരിയാണ്. അതായത് 44ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വരെ ഈ പറയപ്പെടുന്ന
റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. അതിനെ എന്താക്കി മാറ്റി? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കി മാറ്റി അണ്ടർ ആർട്ടിക്കിൾ 308. Second one, proclamation of emergency can be issued only when security of India or any part of its territory is threatened by war, external aggression or armed rebellion. So, war, external aggression or armed rebellion മൂലം സായുധ കലാപം നടക്കുകയാണെങ്കിൽ മാത്രമാണ് ഇന്ത്യക്ക് മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പോകാൻ നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, എമർജൻസിയെ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞു. അത് 44th അമെന്റ്മെന്റ് ആക്ടിൽ വന്നതാണ്. 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വാസ് ഇനാക്ടഡ് ഡ്യൂറിംഗ് എമർജൻസി പീരീഡ്. ബേസിക്കലി എമർജൻസി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 1975 മുതൽ 77 വരെയാണ്. പക്ഷെ 44ാമത്തെ അമെന്റ്മെന്റ് ആക്ട് ഉള്ളത് 1978 അതായത് എമർജൻസി പീരീഡിലല്ല ഈ അമെന്റ്മെന്റ് ആക്ട് വന്നത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 തെറ്റാണ്. 1ഉം 2ഉം ശരിയാണ്. സോ ഓപ്ഷൻ ഡി 1 and 2 കറക്റ്റ് ആണ് ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. Next one. Which of the following statement is or are correct with respect to 86th Constitutional Amendment Act? The RTE is a constitutional legislation envisaged under 86th Amendment Act. RTE means right to education. Right to education എന്ന് പറയുന്നത് envisaged under 86th Amendment Act ആണ്. Correct? ശരിയാണ്. Education is in the Indian Constitution is a concurrent issue. Both center and the states can legislate on the issue. കറക്റ്റ് ആണ്. കാരണം എന്താണ്, ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് നോക്കി കഴിഞ്ഞാൽ ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലാണ്. ഹയർ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവേൺ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെന്റ് ഏജൻസിയുള്ള UGC നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നുണ്ട്. സോ എന്താണ്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഇഷ്യൂ ആണ്. ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ക്യാൻ ലെജിസ്ലേറ്റ്. ശരിയാണ്. ഇറ്റ് ഈസ് കമ്പൽസറി ഡ്യൂട്ടി ഓഫ് ദി It is a compulsory duty of the parents and the guardians to send the children to the school. അതായത് സ്കൂളുകൾ, അതായത് രക്ഷിതാവിനോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ കുട്ടികളെ സ്കൂളിൽ വിടുക എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. കറക്റ്റ് ആണ്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ 1, 2 and 3 are correct. 1, 2 and 3 are correct. അടുത്തത്, which of the following statement is or are correct about the Controller and Auditor General of India? So the Controller and Auditor General of India is a constitutional authority established under Article 148 of Constitution of India. ശരിയാണ്. ക്യാഗ് അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് കോൺസ്റ്റിറ്റ്യൂഷന്റെ 148ാമത്തെ ആർട്ടിക്കിൾ അനുസരിച്ചാണ്. ഗിരീഷ് ചന്ദ്ര മുർമു ഇസ് ദ കറക്റ്റ് ക്യാഗ് ഓഫ് ഇന്ത്യ. ഈ എക്സാം നടക്കുന്ന സമയത്ത് ഗിരീഷ് ചന്ദ്ര മുർമു ആയിരുന്നു ക്യാഗ് എന്ന് പറയുന്നത്. പക്ഷേ 2024 നവംബർ മാസം പുതിയ ക്യാഗ് വന്നു. ആ പുതിയ ക്യാഗ് എന്ന് പറയുന്നത് സഞ്ജയ് മൂർത്തിയാണ്. ആൻസർ കീയിൽ നോക്കുമ്പോൾ 1 and 2 ആർ കറക്റ്റ് എന്ന് വരും. പക്ഷെ ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് രാജ്യസഭ? മണി ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ രാജ്യസഭ. ദ പ്രസിഡന്റ് നോമിനേറ്റ് 12 members ടു രാജ്യസഭ. മണി ബില്ലിന്റെ ഒരു പ്രത്യേകത, മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ, നോട്ട് ഇൻ രാജ്യസഭ. അത് ക്ലിയർ ആയിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 110 ആർട്ടിക്കിൾ 110 പറയുന്നുണ്ട് മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ, നോട്ട് ഇൻ രാജ്യസഭ. പ്രസിഡന്റ് ക്യാൻ നോമിനേറ്റ് 12 members ടു രാജ്യസഭ അണ്ടർ ആർട്ടിക്കിൾ 80. ആർട്ടിക്കിൾ 80 അനുസരിച്ചിട്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് രാജ്യസഭയിലേക്ക് ഏതൊക്കെ ഫീൽഡില്? ആർട്ട്, ലിറ്ററേച്ചർ, സോഷ്യൽ സർവീസ്, സയൻസ്. ആർട്ട്, ലിറ്ററേച്ചർ, സോഷ്യൽ സർവീസ്, സയൻസ് ഫീൽഡുകളിൽ എക്സൽ ചെയ്തിരിക്കുന്ന ആളുകളെ 12 members രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പറ്റും അണ്ടർ ആർട്ടിക്കിൾ 80. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എന്ന് പറയുന്നത് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നെയിം ഓഫ് ദ റിട്ട് issued by the superior court to do a specific act which that body is obliged under law to do. അതായത് നിയമപ്രകാരം ഒരു സംഘം അല്ലെ ബോഡി ചെയ്യാൻ ബാധ്യസ്ഥമായ ചില പ്രത്യേക പ്രവൃത്തി ചെയ്യാൻ സുപ്പീരിയർ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടേൺ. സോ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്തേ പറ്റൂ. വി കമാൻഡ് യു ടു ഡു ദിസ് എന്ന് പറയുന്നതാണ്. നമ്മൾ ഓൾറെഡി 5 റിട്ടുകളും കണ്ടിരുന്നു ആർട്ടിക്കിൾ 32. അത് ക്ലിയർ ആയിട്ട് വരുന്നതാണ് മാൻഡമസ് ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ പറ്റി അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.